ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് നൊബേൽ പുരസ്കാരത്തിനെ കുറിച്ചാണ്. 2024 നൊബേൽ പുരസ്കാരങ്ങൾ ആർക്കൊക്കെ കിട്ടി, ഏതൊക്കെ മേഖലകളിലുള്ളവർക്കാണ് നൊബേൽ പുരസ്കാരങ്ങൾ നൽകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നൊബേൽ പുരസ്കാരത്തെക്കുറിച്ച് അറിയണം അല്ലേ. എന്നു മുതലാണ് ഈ നൊബേൽ പുരസ്കാരങ്ങൾ കൊടുത്തു തുടങ്ങിയതെന്നുള്ളത് നമ്മൾ അറിയണം. എന്നു മുതലാണ്? 1901 മുതലാണ്. 1901 ആദ്യമായിട്ട് ഈ പറയുന്ന നൊബേൽ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനൊരു പുരസ്കാരം നൽകുമ്പോൾ നൊബേൽ പ്രൈസ് എന്നാണ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് അല്ലെങ്കിൽ ആരുടെ സ്മരണാർത്ഥമാണ് ഇത്തരത്തിലൊരു പുരസ്കാരം നൽകുന്നതെന്നാണ്. സ്വീഡിഷിലെ സയന്റിസ്റ്റ് ആയിട്ടുള്ള സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് നോബലിന്റെ സ്മരണാർത്ഥമാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്, നൊബേൽ പുരസ്കാരം നൽകുന്നത്. ഡൈനാമിറ്റ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ആൽഫ്രഡ് നോബൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക്, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്, നൊബേൽ പുരസ്കാരം നൽകുന്നത്. അതിൽ ശാസ്ത്ര മേഖലയിൽ അതുപോലെ തന്നെ മാനവികതയ്ക്കും സമാധാന ശ്രമങ്ങൾക്കും ഒക്കെയുള്ള ഒരു വിഭാഗത്തിലൊക്കെയാണ് ഈ പറയുന്ന നൊബേൽ പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നത്, നൽകി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 1901 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് കാണുന്ന നമ്മൾ 2024 വരെ എന്ത് ചെയ്യുന്നുണ്ട്, നൊബേൽ പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആരുടെ ഓർമ്മയ്ക്കാണ്, എന്ന് തൊട്ടാണ് ഈ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയെന്നാണ്. ഇനി ഏതൊക്കെ വിഷയങ്ങളിൽ ശാസ്ത്രമേഖലയിൽ കൊടുക്കുന്നുണ്ട്, മാനവികതയ്ക്ക് സമാധാനത്തിനൊക്കെ നൊബേൽ പുരസ്കാരം നൽകുന്നുണ്ട്. നൊബേൽ പുരസ്കാരം നൽകുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ മേഖലകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രസതന്ത്രം, കെമിസ്ട്രിയിൽ കൊടുക്കുന്നുണ്ട്, രസതന്ത്രത്തിൽ കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക ശാസ്ത്രത്തിൽ കൊടുക്കുന്നുണ്ട്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ഫിസിയോളജി, വൈദ്യശാസ്ത്രത്തിന് കൊടുക്കുന്നുണ്ട്, സാഹിത്യത്തിന് കൊടുക്കുന്നുണ്ട്, സമാധാനത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മേഖലയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നൊബേൽ പുരസ്കാരങ്ങൾ നൽകുന്നത്. അതിൽ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ഇതിന് നൊബേൽ പുരസ്കാരങ്ങൾക്ക് അവാർഡ് കൊടുക്കുന്നത് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ്, സ്റ്റോക്ക്ഹോം, സ്വീഡൻ. സ്വീഡനിലെ ആരാണ്? റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് ആണ് ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തെ, രസതന്ത്രം, സാമ്പത്തിക ശാസ്ത്രത്തിനുമൊക്കെ എന്ത് ചെയ്യുന്നത്, അവാർഡുകൾ നൽകുന്നത്. വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രത്തിന് ഈ പറയുന്ന നൊബേൽ പുരസ്കാരം കൊടുക്കുന്നത് നൊബേൽ അസംബ്ലി അറ്റ് കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റോക്ക്ഹോം, സ്വീഡൻ ആണ്. ഇതാണ് നൊബേൽ അസംബ്ലി അറ്റ് കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വൈദ്യശാസ്ത്രത്തിന് എന്ത് ചെയ്യുന്നത്, അവാർഡുകൾ നൽകുന്നത്. സാഹിത്യം വരുമ്പോൾ ദ സ്വീഡിഷ് അക്കാഡമി, സ്റ്റോക്ക്ഹോം, സ്വീഡനിലെ സ്വീഡിഷ് അക്കാഡമിയാണ് സാഹിത്യത്തിന് എന്ത് ചെയ്യുന്നത്, പുരസ്കാരം നൽകുന്നത്. സമാധാനം ദ നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയാണ്. ദ നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, സമാധാനത്തിനുള്ള പുരസ്കാരങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ ഇത്രയും മേഖലകളിലാണ് ഭൗതിക ശാസ്ത്രത്തിന്, രസതന്ത്രത്തിന്, സാമ്പത്തിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം, ഇത്രയും മേഖലകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നൊബേൽ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 2024 ഈ പറയുന്ന മേഖലകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എവിടെ നോക്കാം, ഭൗതിക ശാസ്ത്രം നോക്കാം. ഭൗതിക ശാസ്ത്രത്തിന് ഈ 2024 നൊബേൽ പുരസ്കാരങ്ങൾ ആർക്കൊക്കെ ലഭിച്ചു എന്ന് നമുക്ക് ആദ്യം നോക്കാം. 2 വ്യക്തികളാണ്, 2 പേരാണ് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയിട്ടുള്ളത്. ഒരാള് ജോൺ ജെ ഹോപ്ഫീൽഡ് ആണ്, USA കാരനാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ ജെ ഹോപ്ഫീൽഡ് ആണ് ഒരു വ്യക്തി. രണ്ടാമത്തെ വ്യക്തി ജെഫ്രി ഇ ഹിൻഡൺ ആണ്. ജെഫ്രി ഇ ഹിൻഡൺ ആണ്, കനേഡിയൻ സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 2 വ്യക്തികളാണ് ജോൺ ജെ ഹോപ്ഫീൽഡ്, അതുപോലെ തന്നെ ആരാണ്, ജെഫ്രി ഇ ഹിൻഡൺ. ഹോപ്ഫീൽഡും ഹിൻഡണുമാണ് ഈ പ്രാവശ്യത്തെ ഭൗതിക ശാസ്ത്രത്തിനുള്ള 2024 നൊബേൽ പുരസ്കാരം ലഭ്യമാക്കിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അവർക്ക് എന്തിനാണ്, ഏത് കണ്ടുപിടുത്തത്തിനാണ്, ഏത് മേഖലയിലെ ഏത് കണ്ടുപിടുത്തത്തിനാണ് എന്നുള്ളത് കൂടി നോക്കാം. ഭൗതിക ശാസ്ത്രത്തിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാകുന്നതിനാണ് ഇരുവർക്കും എന്ത് ചെയ്തിട്ടുള്ളത്, നൊബേൽ പുരസ്കാരം നൽകിയിട്ടുള്ളത്. എന്താണ്? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, ANN, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തു, മെഷീൻ ലേണിംഗ് സാധ്യമാക്കി.
അതിനു വേണ്ടിയിട്ടാണ് ഇവർക്കും എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കൃത്യമായിട്ട് ഏതിനാണ് എന്നുള്ളത് നോക്കണം. അപ്പൊ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പുരസ്കാരം രണ്ടുപേരും കൂടെ കിട്ടിക്കുന്നത്. ഓക്കെ, ഭാവിയിലെ ഡേറ്റ എന്താകുമെന്ന് വിശകലനം ചെയ്യാൻ ശേഷിയുള്ള ബോൾസ്മാൻ മെഷീൻ ഇരുവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ മെഷീന്റെ പേര് കൂടി നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഭാവിയിൽ എന്താകും ഡേറ്റ എന്ന് വിശകലനം ചെയ്യുന്നതിന് ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിശകലനം ചെയ്യാൻ ശേഷിയുള്ള ഒരു മെഷീൻ ഇരുവരും ചേർന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ മെഷീനാണ് എന്ത്, ബോൾസ്മാൻ മെഷീൻ എന്ന് പറയുന്ന മെഷീൻ. അപ്പൊ ബോൾസ്മാൻ മെഷീൻ എന്ന് പറയുന്ന മെഷീൻ കണ്ടുപിടിച്ചത് ഈ പറയുന്ന ഹോപ്പ് ഫീൽഡും അതുപോലെ തന്നെ ഹിഞ്ചണുമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അവർ എന്തിനാ ഏത് കണ്ടുപിടുത്തത്തിനാണ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിനാണ്. അത് ഉപയോഗിച്ച് മെഷീൻ ലാംഗ്വേജ് സാധ്യമാക്കിയതിനാണ് എന്ത് ചെയ്യുന്നത്, ഇരുവർക്കും ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭ്യമാകുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ രണ്ട് പേരുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഫിസിക്സിൽ വരുമ്പോൾ ഹോപ്പ് ഫീൽഡ്, അതുപോലെ തന്നെ ഹിഞ്ചൺ എന്ന് പറയുന്ന പേരാണ്. ഹോപ്പ് ഫീൽഡ്, അതുപോലെ തന്നെ എന്താണ്, ഹിഞ്ചൺ എന്ന് പറയുന്ന പേര്. ഈ രണ്ട് പേരുകൾ നമ്മൾ ഫിസിക്സിൽ ഓർത്ത് വെച്ചിരിക്കണം. നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, പുതിയ കാലത്ത് നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹിഞ്ചൺ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഹിഞ്ച് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ഹിഞ്ച് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് ഔട്ട്പുട്ടുകൾ കിട്ടും എന്നൊരു ഹോപ്പ്. ഇപ്പൊ ഫിസിക്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ പുരസ്കാരം ലഭിക്കുമ്പോൾ ആൾക്കാർ എന്ത് മേഖലയിലാണ്, ഏത് ആളുകളാണെന്നുള്ളത് നമ്മൾ ഒരുമിച്ച് ഓർത്തു പോകാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താണ്, നമ്മൾ ഹിന്റ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് ലഭ്യമാകും എന്നൊരു ഹോപ്പുണ്ട്. അപ്പോൾ അത്രയും ഹോപ്പുള്ളൊരു ഫീൽഡാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ എന്നൊക്കെ പറയുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഹോപ്പ് ഫീൽഡും ഹിഞ്ചണും കൂടി കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിന്റെ പേരുകളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളതൊരു ഹോപ്പാണ്. അപ്പൊ രണ്ട് വ്യക്തികളാണ്. ഒന്ന് എന്താണ്, ജെഫ്രി ഹിഞ്ചൺ ആണ്. മറ്റുള്ള ആൾ എന്താണ്, ജോൺ ഹോപ്ഫീൽഡ് ആണ്. നമുക്ക് പേരിന്റെ ഫുൾ ഓർത്തിരുന്നില്ലെങ്കിലും എന്താണ്, ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ടോ എന്താണ് ആദ്യത്തെ പേരോ അവസാനത്തെ പേരോ ഒക്കെ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രണ്ട് വേർഡുകളെ ഹിഞ്ചും ഹോപ്ഫീൽഡ് എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ? ഭൗതിക ശാസ്ത്രത്തിന് രണ്ട് വ്യക്തികൾ, എന്തൊക്കെയാണ് പേര്, ജോൺ ജെ ഹോപ്ഫീൽഡ്, അതുപോലെ തന്നെ ആരാണ്, ഹിഞ്ചൺ ആണ്. ജെഫ്രി ഹിഞ്ചൺ എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടിയാണ് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പം ഭൗതിക ശാസ്ത്രം അതാണ്. ഇനി നമുക്ക് രസതന്ത്രത്തിലേക്ക് പോകാം. രസതന്ത്രത്തിന് 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. രസതന്ത്രത്തിന് 3 വ്യക്തികൾക്കാണ്. ഒന്ന് ഡേവിഡ് ബേക്കർ, USA-യിൽ നിന്നുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആരാണ്, ഡേവിഡ് ബേക്കർ. മറ്റൊന്ന് ഡെമിസ് ഹസാബിസ്, പേര് ഡെമിസ് ഹസാബിസ്, അദ്ദേഹം ബ്രിട്ടൻകാരനാണ് കേട്ടോ. ഡെമിസ് ഹസാബിസ് ആണ് രണ്ടാമത്തെ വ്യക്തി. മൂന്നാമത്തത് ജോൺ എം ജംബർ. എന്താണ്, ജോൺ എം ജംബർ. ഈ 3 വ്യക്തികൾക്കാണ്. അതിൽ 2 പേര് USA-കാരും ഒരാള് ബ്രിട്ടനിൽ നിന്നുള്ള ആളുമാണ്. ഡേവിഡ് ബേക്കറും അതുപോലെ തന്നെ ജോൺ എം ജംബർ എന്ന US-ൽ നിന്നുള്ള ആളുകളും ഒരാള് ഡെമിസ് ഹസാബിസ് എന്ന് പറയുന്ന ബ്രിട്ടനാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അങ്ങനെ 3 വ്യക്തികൾക്കാണ് രസതന്ത്രത്തിൽ ഏത് പുരസ്കാരം, നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 3 പേരുടെ പേര് ഓർത്തിരിക്കുക, ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ. ഇതാണ് 3 പേര്. ഈ 3 വ്യക്തികൾക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ. നമുക്ക് ഇവിടെ ഒരു വേർഡായിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട വേർഡാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന വേർഡ്. നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ബേക്കറിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 3 വ്യക്തികളുണ്ട് അല്ലെ. അതിൽ ആദ്യം പറഞ്ഞത് ഡേവിഡ് ബേക്കർ ആണ്. അപ്പൊ ആ ബേക്കറിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ് ആർക്ക് ലഭിച്ചത്, ബേക്കറിന് ലഭിച്ചിട്ടുള്ളതെങ്കിൽ പ്രോട്ടീന്റെ ഘടനാ പ്രവചനവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾക്കാണ് ഹസാബിസിനും അതുപോലെ തന്നെ ജംബർക്കും എന്ത് ചെയ്തത്, ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ട് കണ്ടിൽ വരുന്നുണ്ട്. 3 വ്യക്തികൾ വരുമ്പോൾ അതിൽ ആദ്യം വരുന്ന വ്യക്തി ആരാണ്,
നമ്മുടെ ബേക്കർ ആണ്. ഡേവിഡ് ബേക്കറിന് എന്താണ് ലഭിച്ചിട്ടുള്ളത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ എന്താണ് ഡിസൈൻ ചെയ്തതിനാണ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബേക്കറിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് 2 വ്യക്തികൾ ഡെമിസ് ഹസാബിസ് അതുപോലെ തന്നെയാണ് ജോൺ ജംബറിന് ലഭിച്ചിട്ടുള്ളത് എന്തിനാണ്? ഇതിന്റെ ഘടനാ പ്രവചനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക അല്ലെ. കെമിസ്ട്രി ഫിസിക്സിൽ നമ്മൾ AI ഓർത്തു വെച്ചതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നമ്മൾ പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ്റെ ഘടന. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. ആ വേർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ പറയുന്ന 3 വ്യക്തികളുടെ പേര് നമ്മൾ ഓർത്ത് വെക്കണം. 3 പേരുണ്ട്. ആ 3 പേരിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പേരുകൾ നമ്മളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഡെമിസിനെ ഞാൻ എടുക്കുകയാണ്. ഡെമിസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഹോസ്റ്റലിലുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം. ഹോസ്റ്റലിലുള്ള ഒരാളാണ് ഡെമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെമിസിന് എന്താണ്? ഹോസ്റ്റലാണ്. ഒരു സമയം കഴിഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഡെമിസ് എന്ത് ചെയ്യാണ്? ജമ്പ് ചെയ്ത് ഹോസ്റ്റലിൽ ചാടി. ഡെമിസ് ജമ്പ് ചെയ്ത് ഹോസ്റ്റലിൽ ചാടിയിട്ട് എന്ത് ചെയ്തു? പ്രോട്ടീൻ വെച്ചിട്ടുള്ള ഒരു കേക്ക് കഴിക്കാൻ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് പുള്ളി ബേക്കറി പോയി അത് വാങ്ങി കഴിച്ചു. അങ്ങനെ ഓർത്തു വെച്ചിരിക്കുക. ഡെമിസ് എന്ത് ചെയ്തു? ഹോസ്റ്റലിൽ ജമ്പ് ചെയ്ത് പ്രോട്ടീൻ കേക്ക് കഴിക്കാനായിട്ട് ബേക്കറിയിലേക്ക് പോയി. അപ്പോൾ ഡെമിസ് ഹസാബിസ്, ജോൺ ജംബർ അതുപോലെ തന്നെ ഡേവിഡ് ബേക്കർ, ആ 3 പേരിൽ നമ്മൾ ഡെമിസ് ഓർത്ത് വെച്ചിരിക്കുക, ജംബർ ഓർത്ത് വെച്ചിരിക്കുക, ബേക്കർ ഓർത്ത് വെച്ചിരിക്കുക. ഈ 3ഉം കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഒന്ന് ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞു. ആ പ്രോട്ടീൻ എന്ന് പറയുന്ന വാക്ക് ഏതാണ്? രസതന്ത്രത്തിൽ വരുന്ന നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാക്കാണ്. ആ ഒരു കീവേഡ് നമ്മൾ ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഡെമിസ് ജമ്പ് ചെയ്ത് എവിടെ ചാടി? ഹോസ്റ്റലിൽ ചാടി പ്രോട്ടീൻ കേക്ക് കഴിക്കാൻ വേണ്ടി ബേക്കറിയിലേക്ക് പോയി എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പം 3 വേർഡുകൾ കണക്ട് ചെയ്ത് 4 വേർഡ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതൊന്ന് മൈൻഡിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ അതാണ് രസതന്ത്രവുമായി ബന്ധപ്പെട്ട നൊബേൽ പുരസ്കാരം. അപ്പൊ ഏതൊക്കെ വ്യക്തികൾ? 3 വ്യക്തികളാണ്. അതിൽ ബേക്കറിന് ഡിസൈൻ ചെയ്തതിനാണ്, ബാക്കി 2 പേർക്ക് ഘടന പ്രവചിച്ചതിനാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ 3 വ്യക്തികൾക്കാണ് നമുക്ക് രസതന്ത്രത്തിൽ എന്ത് ലഭിച്ചിട്ടുള്ളത്? നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ആ 3 വ്യക്തികളുടെ പേര് പഠിച്ചു. ഇനി അടുത്തത് വൈദ്യശാസ്ത്രത്തിനാണ്. വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. വൈദ്യശാസ്ത്രത്തിന് 2 വ്യക്തികൾക്കാണ്. വൈദ്യശാസ്ത്രത്തിന് 2 വ്യക്തികൾക്കാണ്. ഒന്ന് വിക്ടർ ആംബ്രോസ് ആണ്, അമേരിക്കൻ ആയിട്ടുള്ള വ്യക്തിയാണ് വിക്ടർ ആംബ്രോസ്. അതുപോലെ തന്നെ ഗാരി റുഫ്കിൻ ആണ്. അപ്പൊ ഗാരി റുഫ്കിൻ, അത് ഇംഗ്ലീഷിൽ ഗാരി റുഫ്കിൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ എന്താണ് വിക്ടർ ആംബ്രോസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്താണ് നമ്മുടെ വൈദ്യശാസ്ത്രം മെഡിസിൻ ഫീൽഡിൽ എന്ത് ചെയ്തിട്ടുള്ളത്? പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2 വ്യക്തികളാണ്. എന്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതാണ്. എന്തിനാണ്? മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ്, അല്ലെങ്കിൽ മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലും അത് വഹിക്കുന്ന പങ്കിനെ കുറിച്ചുള്ള പഠനവുമാണ് പുരസ്കാരത്തിന് അർഹരാക്കിയത്. അപ്പം മൈക്രോ ആർ എൻ എ, ആ ഒരു കീവേഡ് ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലുകളും എന്താണ് അത് വഹിക്കുന്ന പങ്കിനെ കുറിച്ചൊക്കെയുള്ള പഠനത്തിനാണ് 2 വ്യക്തികൾ. ആരൊക്കെയാണ്? വിക്ടർ ആംബ്രോസ് അതുപോലെ തന്നെ ഗാരി റുഫ്കിനും എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്തിനാണ്? മൈക്രോ ആർ എൻ എ. അപ്പൊ മൈക്രോ ആർ എൻ എ എന്ന് പറയുമ്പോൾ mRNA നമ്മൾ എഴുതും അല്ലേ. മൈക്രോ ആർ എൻ എ ആണ്. നമുക്കിവിടെ വേർഡ് വെച്ചിട്ട് പഠിക്കാം. ആർ എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ എടുക്കുന്നുണ്ട്, എ എന്ന് പറയുന്ന വേർഡും എടുത്തു. മൈക്രോ ആർ എൻ എ എന്നുള്ള എഴുതി കഴിയുമ്പോൾ നമുക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ആറുമുണ്ട്. എൻ എന്നുള്ളത് ആൻഡ് എന്ന് വായിച്ചു കഴിഞ്ഞാൽ 6 തുടങ്ങുന്ന ഒരു പേരേ ഉള്ളൂ നമുക്കിവിടെ. റുഫ്കിൻ എന്ന് പറയുന്ന പേരുണ്ട്. 6 വരുന്ന റുഫ്കിനും 7 വരുന്ന ആംബ്രോസും ഉണ്ട്. അങ്ങനെ ഒന്ന് നമ്മൾ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കുക. mRNA എന്നുള്ള കണ്ടുപിടുത്തമാണ്. അതിൽ M എന്ന് പറയുന്ന മെഡിക്കൽ ഫീൽഡ്, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടത്. R എന്ന് പറയുന്നത് എന്താണ്? റുഫ്കിൻ എന്ന് പറയുന്ന പേര്. റുഫ്കിൻ ആൻഡ് ആംബ്രോസ്, ഈ 2 പേരൂടെ ചേർന്നിട്ടാണ് മൈക്രോ RNAയുടെ കണ്ടെത്തലുകളിന് വൈദ്യശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പം 3 പുരസ്കാരങ്ങളാണ് നമ്മൾ പഠിച്ചത്. 1 ഭൗതികശാസ്ത്രം പഠിച്ചു, 2 നമ്മൾ രസതന്ത്രം പഠിച്ചു, ഇപ്പൊ നമ്മൾ വൈദ്യശാസ്ത്രവും പഠിച്ചു. വൈദ്യശാസ്ത്രത്തിന് എത്രയാണ്? 2 പേരാണ് പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഭൗതികശാസ്ത്രത്തിന് ഹിൻഡണും ഹോപ്ഫീൽഡും. രണ്ടാമത് നമ്മൾ രസതന്ത്രം പഠിച്ചപ്പോൾ ഡെമിസ് പഠിച്ചു, ജംബർ പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പ്രോട്ടീൻ കേക്ക് കഴിക്കാൻ വേണ്ടി ബേക്കറിയിൽ പോയി, ബേക്കറും പഠിച്ചു. അങ്ങനെ 3 പേര് നമ്മൾ കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ mRNA കണക്ട് ചെയ്തുകൊണ്ട് മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിന് മെഡിസിന് റുഫ്കിനും ആൻഡ് ആംബ്രോസിനും എന്ത് ചെയ്തിട്ടുണ്ട്?
പുരസ്കാരം ലഭ്യമാക്കിയിട്ടുണ്ട്, നൊബേൽ പുരസ്കാരം ലഭിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ 3 പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത നമുക്ക് നോക്കുന്നത് എന്താണ്? സാഹിത്യമാണ്. സാഹിത്യത്തിനുള്ള 2024 പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പുരസ്കാരങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഈ വർഷം 2024 സാഹിത്യത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു വനിതയ്ക്കാണ്. ഒരേ ഒരു വനിതയുള്ളൂ. ആ വനിതയുടെ പേരെന്താണ്? ഹാൻ കാങ് എന്നാണ്. ആ പേരിൽ തന്നെയുണ്ട് ജപ്പാൻ, ചൈന, ആ ഒരു പ്രദേശമായിട്ട് ബന്ധപ്പെട്ടാണ്. സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയയിലെ സാഹിത്യകാരിയായിട്ടുള്ള പേരെന്താണ്? ഹാൻ യങ് എന്ന് പറയുന്ന വനിതയ്ക്കാണ്. ഒരേ ഒരു വനിതയെ ഈ പ്രാവശ്യം നൊബേൽ പുരസ്കാരം ലഭ്യമാക്കിയിട്ടുള്ളൂ. ആ വനിതയാണ് ഹാൻ യങ് എന്ന് പറയുന്നത്. സാഹിത്യത്തിനുള്ള പുരസ്കാരം ആദ്യമായിട്ടാണ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിക്ക് കിട്ടുന്നത്. ആ വ്യക്തിയുടെ പേരെന്താണ്? ഹാൻ കാങ് എന്നുള്ള പേര് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതിനങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഹാൻ കാങ് എന്ന് പറയുന്ന പേര്, അതൊരു വനിതയാണ്. അത് എവിടുത്തുകാരിയാണ്? സൗത്ത് കൊറിയക്കാരിയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. പുള്ളിക്കാരുടെ പ്രധാനപ്പെട്ട ബുക്കുകൾ, പ്രധാനപ്പെട്ട എഴുത്തുകൾ നമ്മൾ അറിയണം. 2016 ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ബുക്കിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഏതാണെന്നും PSCക്ക് ചോദിക്കാം. അപ്പൊ ഹാൻ യാങ് എന്ന് പറയുന്ന എഴുത്തുകാരി 2016 ഏത് പുസ്തകത്തിനാണ്, ഏത് എഴുത്തിനാണ് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത്? ഏതാണ്? ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ബുക്കിനാണ് അവർക്ക് ബുക്കർ പുരസ്കാരം ലഭിച്ചത് 2016. ക്ലിയർ ആണല്ലോ? മറ്റു കുറച്ച് ബുക്ക് കൂടെ നോക്കാം. ഹ്യൂമൻ ആക്ട്സ് എ നോവൽ എന്ന് പറയുന്ന ബുക്ക് അവർ എഴുതിയിട്ടുണ്ട്. ദ വൈറ്റ് ബുക്ക്, ഐ ഡോണ്ട് ബിഡ് ഫെയർവെൽ, ഗ്രീക്ക് ലെസൺസ്. ഇതൊക്കെ ഹാൻ യാങ്ങിന്റെ എന്താണ്? എഴുത്തുകളാണ്. ഓക്കെ ആണല്ലോ? സാഹിത്യവുമായി ബന്ധപ്പെട്ട് സാഹിത്യത്തിന് പുരസ്കാരം 2024 ലഭ്യമാക്കിയിട്ടുള്ളത് ഒരു വനിതയാണ്. സൗത്ത് കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ആരാണ്? ഹാൻ യാങ്ങിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബുക്കുകൾ പഠിച്ചു. ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ബുക്ക്, ആ എഴുത്ത് അവർക്ക് ബുക്കർ പുരസ്കാരം ലഭ്യമാക്കി 2016. മറ്റു പല ബുക്കുകൾ നമ്മൾ നോക്കി. ഗ്രീക്ക് ലെസൺ, ഐ ഡോണ്ട് ബിഡ് ഫെയർവെൽ, ഹ്യൂമൻ ആക്ട്സ് എ നോവൽ, ദ വൈറ്റ് ബുക്ക് ഒക്കെ യാൻ കാങ്ങിന്റെ എഴുത്തുകളാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സാഹിത്യം ആരാണ് സാഹിത്യത്തിനുള്ള പുരസ്കാരം? ഹാൻ കാങ് ആണ്. ഹാൻ കാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം 2024 ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? സാഹിത്യവും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പുരസ്കാരം നോക്കാം. അടുത്ത പുരസ്കാരം സാമ്പത്തിക ശാസ്ത്രമാണ്. എന്താണ്? എക്കണോമിക്സിനാണ്. സാമ്പത്തിക ശാസ്ത്രമാണ് അടുത്ത പുരസ്കാരം. 1969 ആദ്യമായി സാമ്പത്തിക ശാസ്ത്രത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? നോബൽ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട 3 വ്യക്തികൾ, സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട 3 വ്യക്തികളാണ്. ഒന്ന് ഡാരൻ എയ്സ് മൊഗ്ലു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ടർക്കിഷ് അമേരിക്കൻ ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ്. ടർക്കിഷ് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഡാരൻ എയ്സ് മൊഗ്ലു. മറ്റൊന്ന് സൈമൺ ജോൺസൺ, അദ്ദേഹം ബ്രിട്ടീഷ് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. സൈമൺ ജോൺസൺ. അടുത്തത് ജെയിംസ് എം റോബിൻസൺ, അദ്ദേഹവും ബ്രിട്ടീഷ് അമേരിക്കൻ ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ്. അപ്പൊ ഈ 3 വ്യക്തികളും കൂടിയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്ത് ലഭിച്ചിട്ടുള്ളത്? നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഒന്ന് ഡാരൻ എയ്സ് മൊഗ്ലു, 2 സൈമൺ ജോൺസൺ, 3 ജെയിംസ് എ റോബിൻസൺ എന്ന് പറയുന്ന വ്യക്തി. ഈ 3 പേർക്കും എന്തിൽ പുരസ്കാരം ലഭിച്ചു? സാമ്പത്തിക ശാസ്ത്രത്തിൽ പുരസ്കാരം ലഭിച്ചു. എന്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും സമൃദ്ധിയെ എങ്ങനെ അത് ബാധിക്കുമെന്നുള്ള പഠനം. സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും സമൃദ്ധിയെ, അപ്പൊ രൂപപ്പെടൽ എന്താണ്? സമൃദ്ധി. സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അതിന്റെ സമൃദ്ധി എങ്ങനെയാണ് അത് ബാധിക്കുന്നതും എന്നുള്ള പഠനത്തിനാണ് ഈ 3 വ്യക്തികൾക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഈ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലിനെ കുറിച്ചും അഭിവൃദ്ധിയും വിവിധ രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചും പഠനം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്? സാമ്പത്തിക അസമത്വങ്ങൾ, വിവിധ രാജ്യങ്ങളിലുള്ള
സാമ്പത്തിക അസമത്വങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, വിശകലനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിനാണ് ഇവർക്ക് 3 പേർക്കും എന്ത് ചെയ്യുന്നത്, പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ അത് 3 വ്യക്തികൾക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. ആരൊക്കെയാണ്? ഡാരൻ എയ്സ്മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. അങ്ങനെ ഈ 3 വ്യക്തികൾക്കാണ് അല്ലെ. അപ്പോൾ സാമ്പത്തിക അസമത്വത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പത്തിക ശാസ്ത്രമാണ്. അപ്പൊ സ്വാഭാവികമായും സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിനായിരിക്കും എന്താണ് അവര് സാമ്പത്തിക അസമത്വത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ 3 പേരില് 2 പേര് മാത്രമേ ഉള്ളൂ സമത്വം ഉള്ളത്. 2 വ്യക്തികളുടെ പേരിലേ ഉള്ളൂ സൺ എന്ന് പറയുന്ന 2 വാക്കുകൾ, 2 പേരുടെയും പേര് വരുന്നുണ്ട്. ജോൺസണും വരുന്നുണ്ട്, റോബിൻസണ്ണും വരുന്നുണ്ട്. അപ്പൊ 2 പേരുടെ പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരേ ടൈപ്പിലുള്ള പേരാണ്. ഒരു ബന്ധവും ഇല്ലാതെ വലിയ അസമത്വം ഉള്ളൊരു പേര് വരുന്നത് ഏതാണ്, എയ്സ്മോഗ്ലു ആണ്. നമ്മൾ ഈ പറയുന്ന എല്ലാ പുരസ്കാരങ്ങൾ പഠിച്ചത് വെച്ചിട്ട് വ്യക്തികളുടെ പേര് പഠിച്ചപ്പോൾ ഏറ്റവും പഠിക്കാൻ കുറച്ചുകൂടെ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പേരാണ് എയ്സ്മോഗ്ലു എന്ന് പറയുന്ന ഒരു പേര്. അപ്പൊ അങ്ങനെ നിങ്ങൾ അതിനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. സൈമൺ ജോൺസണിൽ സണ്ണുണ്ട്, അതുപോലെ തന്നെ ജെയിംസ് എ റോബിൻസൺ. ഈ 2 വ്യക്തികൾക്കും സണ്ണുണ്ട്. പക്ഷെ എന്താണ്, ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ എയ്സ്മോഗ്ലു എന്ന് പറയുന്ന ഒരു സമത്വം ഇല്ലാത്തൊരു പേരും ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ നിങ്ങൾ അതിനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അവിടെ അവർ പഠിച്ചിട്ടുള്ളത് എന്താണ്, സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച്, രാജ്യങ്ങളിലെ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, സ്ഥാപനങ്ങൾ രൂപപ്പെടുന്നതിനെ കുറിച്ചും സമൃദ്ധി അതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ഈ വ്യക്തികൾ പഠിച്ചിട്ടുണ്ട്. അതിനാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരങ്ങൾ കണ്ടു. ഇനി അടുത്തത് സമാധാനമാണ്. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ്. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഒരു സംഘടനയാണ്. നൊബേൽ പുരസ്കാരം, സമാധാന പുരസ്കാരം നേടിയ സംഘടനയുടെ പേര് നിഹോൻ ഹിഡാൻകോ എന്ന് പറയുന്ന ജപ്പാനിലെ നിഹോൻ ഹിഡാൻകോ എന്ന് പറയുന്ന ജപ്പാനിലെ സംഘടനയ്ക്കാണ് 2024 എന്ത് ലഭിക്കുന്നത്, നമ്മുടെ നൊബേൽ പുരസ്കാരം. എന്തിനുള്ളത്, സമാധാനത്തിനുള്ളത്. ക്ലിയർ ആണല്ലോ. അവര് ഈ നിഹാൻ ഹിഡാൻകോ എന്ന് പറയുന്ന സംഘടന ഹിരോഷിമ നാഗസാക്കിയിലെ ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ്. ഓക്കെ. അപ്പൊ ഈ ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിലൊക്കെ അതിജീവിച്ച ആളുകളുടെ ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന നിഹോൻ ഹിഡാൻകോ എന്ന് പറയുന്ന സംഘടന. അപ്പൊ ഇവര് ലോകത്തെ ആണവായുധ മുക്തമാക്കാനുള്ള സംഘടനയുടെ ശ്രമങ്ങൾക്ക്, അപ്പം അത്തരത്തിലുള്ള ശ്രമങ്ങൾ, നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ ആണവ യുദ്ധമൊക്കെ വരുമോ എന്നൊരു ഭീതിയൊക്കെ ഉണ്ട്. ആ ഒരു അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ലോകത്തെ ആണവായുധ മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള സംഘടനയുടെ പ്രവർത്തനത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നിഹോൻ ഹിഡാൻകോ എന്ന് പറയുന്ന സംഘടനയ്ക്ക്, ജപ്പാനിലെ സംഘടനയാണ്, ഈ സംഘടനയ്ക്ക് എന്ത് ചെയ്യുന്നത്, സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. 1956 ഈ സംഘടന രൂപീകരിക്കുന്നത് കേട്ടോ. 1956 ഈ സംഘടന രൂപീകരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനം എന്താണ്, ആണവായുധങ്ങളുടെ മുക്തമാക്കുക, അല്ലെങ്കിൽ ആണവായുധ മുക്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പേര്, നിഹോൻ ഹിഡാൻകോ എന്നുള്ളതാണ് പേരെന്ന് പറയുന്നത്. ഇതിൽ ഹിഡൻ എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കാം നമുക്ക്. ഹിഡൻ എന്ന് പറയുന്ന വേർഡ് നമുക്ക് ഓർക്കുകയാണെങ്കിൽ സമാധാനമാണ്. അപ്പൊ യുദ്ധങ്ങൾ ഉണ്ടായ സമാധാനം ഇല്ലല്ലേ. അപ്പം ഈ ആണവായുധ യുദ്ധങ്ങളൊക്കെ നമ്മൾ ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല, വളരെ ഹിഡനായിട്ട് നടത്തുന്ന, രഹസ്യമായിട്ട് നടത്തുന്ന ഓപ്പറേഷനാണ്. അപ്പം ഹിഡനായിട്ട് നടത്തുന്ന ആണവായുധ ആക്രമണങ്ങൾക്കെതിരെയൊക്കെ അത് മുക്തമാക്കാനുള്ളൊരു സംഘടനയാണ് ഹിഡാൻകോ. അങ്ങനെ ഒരു ഹിഡാൻകോ എന്നുള്ള പേര് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2024 നൊബേൽ പുരസ്കാരം ലഭിച്ച സംഘടന, സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത്, നിഹോൻ ഹിഡാൻകോ എന്ന് പറയുന്ന സംഘടന. ഈ സംഘടന എവിടെയുള്ളതാണ്, ജപ്പാനിലുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ്. ഇതൊന്നുകൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും പുരസ്കാരങ്ങൾ, നൊബേൽ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് 2024 ഭൗതികശാസ്ത്രം, രസതന്ത്രം, സാമ്പത്തിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം, അതുപോലെ തന്നെ സാഹിത്യം, ഏറ്റവും ഒടുവിൽ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചു, നമ്മുടെ സമാധാനത്തിനുള്ള പുരസ്കാരങ്ങൾ. ഇത്രയും പുരസ്കാരങ്ങളാണ് 2024 നമുക്ക് നൊബേൽ പുരസ്കാരങ്ങളിൽ പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു ക്ലാസ്സിലുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.